ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് വാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. പത്തിക്കിച്ച്, ശരിക്കും സോഷ്യൽ മീഡിയയെ പത്തിക്കിച്ച് എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുവാനായിട്ട്, അല്ലെങ്കിൽ റീൽസിൽ ആറാടുവാനായിട്ട്, അല്ലെങ്കിൽ റീൽസിനെ ആക്രമിക്കുവാനായിട്ട് പുതിയ ഐറ്റവുമായിട്ട് അണിരത്ത് എത്തിയിരിക്കുകയാണെന്ന് പറയാം. പത്തിക്കിച്ച് അജിത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം വിടാമിർച്ചിയുടെ സെക്കൻഡ് സിംഗിൾ സോണി മ്യൂസിക് സൗത്ത് യൂട്യൂബ് ചാനലിലൂടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഞാൻ കാണുമ്പോൾ ഏകദേശം 7 ലക്ഷം വ്യൂസും കടന്ന് ട്രെൻഡിങ്ങിൽ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. 8.2K കമൻസും കടന്ന് ട്രെൻഡിങ്ങിൽ നമ്പർ 1 വ്യൂസ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടിനെക്കുറിച്ച് നോക്കുമ്പോൾ നല്ല മനോഹരമായ, അല്ലെങ്കിൽ മോട്ടിവേഷൻ നൽകുന്ന ലിറിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്പിക്കൈ വിടാമുയർച്ചി, അതായത് നമ്പിക്കൈ എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ്, വിടാമുയർച്ചി എന്ന് പറയുമ്പോൾ നിരന്തരമായ പരിശ്രമം. അതായത് കോൺഫിഡൻസും നിരന്തരമായ പരിശ്രമം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നുള്ളൊരു ലിറിക്സൊക്കെ ആയിട്ടാണ് അണിയറ പ്രവർത്തകർ വന്നിരിക്കുന്നത്. ലിറിക്കൽ വീഡിയോ വളരെ അടിപൊളി, സ്റ്റൈലിഷ്, ക്ലാസി ആയിട്ടൊരു ലിറിക്കൽ വീഡിയോ ആണ് പുറത്തു വിട്ടിരിക്കുന്നത്. കാരണം മകിഴ് തിരുമേനി നല്ല കിട്ടുമായിട്ടത് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആ ലിറിക്കൽ വീഡിയോയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. കാരണം അജിത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും സ്റ്റൈലിഷ് ലുക്കും, അതോടൊപ്പം അനിരുദ്ധിൻ്റെ BGM, മ്യൂസിക്കും കാര്യങ്ങളും ലിറിക്സും വോയിസും എല്ലാം കൂടെ ആയപ്പോഴേക്കും നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തിയാണെന്ന് പറയാം. കാരണം ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സോങ്. കാരണം നല്ലൊരു മോട്ടിവേഷൻ സോങ്ങാണ് നമുക്ക് നൽകുന്നത്. കാരണം എല്ലാവരും നമ്മൾ ഒറ്റപ്പെട്ടിരുന്നാലും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടും നമ്മുടെ നിരന്തരമായ പരിശ്രമം കൊണ്ടും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയാലും നമുക്ക് വിജയത്തിലെത്തുവാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ലിറിക്സും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് പറയാം. ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിഷ്ണുവാണ്. പാട്ട് ആലപിച്ചിരിക്കുന്നത് അനിരുദ്ധും യോഗി ശേഖറും ചേർന്നാണ് പാട്ട് ആലപിച്ചിരിക്കുന്നത്. ഇരുവരും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. അനിരുദ്ധിൻ്റെ വോയിസൊക്കെ വളരെ കിട്ടുമായിരുന്നു പറയാം. കാരണം അനിരുദ്ധിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകൾ, അല്ലെങ്കിൽ സമീപകാലമായിട്ട് അദ്ദേഹം ഏത് സിനിമയിൽ, അല്ലെങ്കിൽ ആരുടെ സിനിമ ആയിക്കോട്ടെ, ഏത് സിനിമയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജോലി വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യും. അതിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറയാം. കാരണം ഏത് സിനിമ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്യും. മ്യൂസിക്കിൽ അദ്ദേഹം ഒരു കോംപ്രമൈസും ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ സിനിമകൾ കഴിയുന്നതോറും അദ്ദേഹം ഇങ്ങനെ വേറെ ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അജിത്തും അനിരുദ്ധും കൂടിയുള്ള മൂന്നാമത്തെ ഒരു കോമ്പിനേഷനാണിത്. ആദ്യത്തെ കോമ്പിനേഷൻ വേതാളമായിരുന്നു. ആലിമ ഡോലിമ സോങ് വളരെ ഹിറ്റായിരുന്നു. രണ്ടാമത്തേത് വിവേകമായിരുന്നു. പാട്ടുകൾ വളരെ ഹിറ്റായിരുന്നു. മൂന്നാമത്തേതാണ് വിടാമുയർച്ചി എന്നത്. അതായത് വിടാമുയർച്ചി പേര് പോലെ തന്നെ ചിത്രം നീണ്ടു പോവുകയായിരുന്നു. അപ്പോൾ ആരാധകരും വളരെ ആശങ്കയിലായിരുന്നു ചിത്രം നീണ്ടു പോകുന്നതിന്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. കാരണം ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നീണ്ടുപോയതിനും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. കാരണം ലേറ്റസ്റ്റാ വരുമെന്ന രീതിയിലായിരുന്നു മകിഴ് തിരുമേനിയുടെ ഓരോ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ, ഡയറക്ടർ മകിഴ് തിരുമേനിയുടെ. ഏതായാലും ഫെബ്രുവരി 6 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. 2 വർഷത്തിന് ശേഷമാണ് അജിത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ആദ്യം ദീപാവലി റിലീസായിരുന്നു, പിന്നീട് ഇത് മാറ്റി പൊങ്കൽ റിലീസാക്കി. പിന്നീട് ഇപ്പോൾ ഫെബ്രുവരി 6 ചിത്രം തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത്. ഏതായാലും പത്തിക്കിച്ച് സോങ് എന്നത് യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ പത്തിക്കിച്ചും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സബദേക്ക സോങ് ഫസ്റ്റ് സിംഗിൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വളരെ ഹിറ്റായിരുന്നു. ഇപ്പോഴത്തെ അടുത്ത സോങ്ങുമായിട്ട് അനിരുദ്ധ് വരുമ്പോൾ അതും ഹിറ്റാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യം കേട്ടപ്പോൾ തന്നെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് തോന്നിയത്. കാരണം ഇതിൻ്റെ ലിറിക്സും കാര്യങ്ങളൊക്കെ മോട്ടിവേഷൻ നൽകുന്നത് കൊണ്ട് തന്നെ. ഏതായാലും അടുത്ത ഐറ്റവുമായിട്ട് അനിരുദ്ധ് വന്നിരിക്കുകയാണ്. ലേറ്റസ്റ്റാ വരുമെന്നും പറഞ്ഞ് വിടാമുയർച്ചി ഫെബ്രുവരി 6 ചിത്രം തിയേറ്ററിലേക്ക് എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.